ജിൻഡോ, ഡോക്ടർ സുധീർ കുമാർ, ഡോക്ടർ ജിൻഡോ PJ, ഡോക്ടർ സുധീർ കുമാർ KP, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് കിസാർ സൂപ്രണ്ടന്റ് ആണ്. ഡോക്ടർ സിനി രമ്യ, സുധീർ കുമാർ KP, ഡോക്ടർ സിനി രമ്യ ചീഫ് മെഡിക്കൽ ഓഫീസർ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്. ഇന്നിപ്പോ ഒരു പ്രസ് മീറ്റിംഗ് വിളിച്ചത് പ്രധാനമായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ കേരളത്തിൽ പൊതുവെ ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ആരോഗ്യമാനന്ദം ബൈക്ക് ഫോർ വെൽനസ് എന്നൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം തന്നെ അത് അലോപ്പതിയിലെ ഹെൽത്ത് വിഭാഗം ഇത് തുടങ്ങുകയും ആയുഷ് വിഭാഗത്തിന് ഇതിന്റെ ഒരു പ്രതിരോധം ഹെൽത്തി ഫുഡിന്റെ ഒക്കെ ഒരു പ്രചരണം നടത്തുന്നതിന് വേണ്ടി ആയുഷ് വിഭാഗം കൂടെ ഏറ്റെടുത്ത് നടത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ തേക്കിൻകാട് മൈതാനത്തിൽ നിന്ന് വാക്കത്തോൺ സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ നിയോജകമണ്ഡലത്തിലും ഓരോ പരിപാടികൾ വിപുലമായിട്ട് നടത്തുന്നുണ്ട്. ജീവിതശൈലി രോഗനിർണയങ്ങള്, അവയർനെസ് ക്ലാസ്സുകൾ, പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലാതല പരിപാടിയുടെ ഭാഗമായിട്ട് ശനിയാഴ്ച ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാമിന്റെ വിശദ വിവരങ്ങൾ DPM ഡോക്ടർ ആര്യ സമൻ വിശദീകരിക്കും. ആരോഗ്യവാനന്ദം ആയുഷിലൂടെ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ എന്ന ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ആരോഗ്യപരമായ ജീവിതശൈലി പ്രചരിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച പൊതുജനാരോഗ്യ പ്രവർത്തനം ആരോഗ്യമാനന്ദം ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ. ആരോഗ്യകരമായ ഭക്ഷണം ഈറ്റ് വെൽ, കൃത്യമായ ഉറക്കം സ്ലീപ് വെൽ, മിതമായ വ്യായാമം ആക്ട് വെൽ, ആരോഗ്യ പരിപാലനം കെയർ വെൽ, ഈ 4 തീമുകളാണ് ഈ പദ്ധതിയുടെ സന്ദേശമായിട്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികവും മാനസികവുമായ പരിപൂർണ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ആയുഷ് ചികിത്സാ ശാഖകൾക്ക് സുപ്രധാനമായ ഒരു പങ്കുണ്ട്. ഇതിന്റെ ഭാഗമായി നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ് എന്നീ 3 വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയാണിത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അപ്പം ഈ 4 തീമാറ്റിക് ഏരിയാസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കൺവേർജൻസ് വരുന്നുണ്ട്. കുടുംബശ്രീ മിഷൻ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, വനിതാ ശിശുക്ഷേമ വകുപ്പ്, അതോടൊപ്പം SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സംയുക്തമായി ചേർന്ന് ഈ 4 തീമുകൾ മുൻനിർത്തിയാണ് നമ്മൾ പ്രദർശനം, പൊതുജനങ്ങൾക്കായിട്ടുള്ള പ്രദർശനം, അതോടൊപ്പം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ട് ക്വിസ് മത്സരം. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ 52 എണ്ണം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, വിവിധ ഇടങ്ങളിലായി ജിയോഗ്രഫിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട്. അപ്പം ഓരോ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലും ഒരു യോഗ ഇൻസ്ട്രക്ടറെ വീതം നിയോഗിച്ചിട്ടുണ്ട്. ആ യോഗ ഇൻസ്ട്രക്ടർമാർ ഓരോ വാർഡുകളിലും യോഗ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു പബ്ലിക് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് യോഗ ക്ലബ്ബുകൾ ഉള്ളത്. ആ യോഗ ക്ലബ്ബുകളുടെ ഒരു യോഗ ഡാൻസ് കോമ്പറ്റീഷൻ ഉൾപ്പെടെ പൊതുജന പങ്കാളിത്തം മാക്സിമം ഉറപ്പുവരുത്തി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രൊഫഷണൽ യോഗ ഡാൻസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യകരമായ ജീവിതശൈലി മുൻനിർത്തിക്കൊണ്ട് ആരോഗ്യപരമായ ഭക്ഷണത്തിന്റെ കുക്കിംഗ് കോമ്പറ്റീഷനും സംഘടിപ്പിക്കുന്നുണ്ട്. അത് പ്രധാനമായും കുടുംബശ്രീയും അംഗൻവാടിയുമായിരിക്കും പങ്കാളിത്തം ഉണ്ടാവുക. പൊതുജനങ്ങൾക്കായി സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാൻസ് ബോർഡിനോട് സഹകരിച്ചുകൊണ്ട് സൗജന്യ ഔഷധ സസ്യ വിതരണവും നടക്കുന്നുണ്ട്. അവരവർക്ക് ആവശ്യമായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ അവരവരുടെ വീട്ടിൽ തന്നെ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബശ്രീ പ്രവർത്തകർക്കും അംഗൻവാടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കായും സൗജന്യ പരിശോധനയും രോഗനിർണയവും നടത്തിയിട്ട് ഹെൽത്ത് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് പിന്നീട് അവരവരുടെ സ്ഥലത്തെ ആശുപത്രികളിൽ പോയി അവർക്ക് കണ്ടിന്യൂഡ് ആയിട്ടുള്ള ചികിത്സകൾ എൻഷുർ ചെയ്യാൻ പറ്റും. നിലവിൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ഉൾപ്പെടെ ആയുഷ് വിഭാഗം NABH കായകൽപ പ്രഥമ ആയുഷ് കായകൽപ
എല്ലാം ഒരു ദിവസം. ജില്ലാതല പരിപാടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു ദിവസം നടക്കുന്നത് 21 ശനിയാഴ്ച 10 മണി മുതൽ 5 മണി വരെയാണ് നമ്മൾ നടത്തുന്നത്. നിയോജക മണ്ഡലങ്ങളിലെ പരിപാടികൾ ഓൾറെഡി റണ്ണിംഗ് ആണ്. പല നിയോജക മണ്ഡലങ്ങളിലും പരിപാടി നടക്കുന്നുണ്ട്. അതോടൊപ്പം ആയുഷ് വണ്ടി എന്ന പേരിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വണ്ടി തൃശ്ശൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്നുമുണ്ട്. ഇതിപ്പോ ആഘോഷമായിട്ടൊക്കെ നടത്തുന്ന കാര്യം വേറെ. പക്ഷെ എന്താണ് ഇതുവരെ നടന്നത്? ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടല്ലോ, ആരോഗ്യാണ്. അതിനൊക്കെ തുടർന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു അസറ്റ് കിട്ടിയില്ല, ആഘോഷം അതൊക്കെ സംഗതി വണ്ടി പോകുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഒരു ദിവസം ഒരു വേദി അതെ, അതിന്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മള് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇപ്പൊ വളരെ മുൻപ് ഉണ്ടായിരുന്നത് 45+ ഇയേഴ്സ് ഏജിലാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഭയങ്കരമായി പ്രിവെയിൽ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ വളരെ യങ്ങർ ഏജിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഔട്ട്കം നമുക്ക് ഇമ്മീഡിയറ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല. ആ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് യങ്ങർ ഏജിൽ ഒരു പ്രിവെൻഷൻ തടയിടുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ്. അപ്പൊ ഡാറ്റ കൃത്യമായും കളക്ട് ചെയ്ത് ഡോക്യുമെന്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് എന്നറിയണമെങ്കിൽ ഇതൊരു കണ്ടിന്യൂയിങ് ആക്ടിവിറ്റി ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ഈ ആക്ടിവിറ്റി ഇന്ന് തുടങ്ങി നാളെ തീരുന്നതല്ല. നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടിന്യൂയിങ് ആക്ടിവിറ്റിയാണ്. എല്ലാ സ്ഥാപനങ്ങളിലും ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഡാറ്റ നിശ്ചയമായിട്ടും കൈമാറുന്നതാണ്. അതെ അതെ, ആ വേദിയിലാണ്. വിവിധ പാചക മത്സരമുണ്ട്. ഹെൽത്തി ഫുഡിന്റെ പാചക മത്സരം 10 മണിക്കാണ്. 10 മണിക്കാണ്. പൊതുജനങ്ങളുണ്ട്. പ്രശ്നോത്തരി കോളേജ് വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ വെച്ച് നടത്തുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട്. പാചക മത്സരം പൊതുജനങ്ങൾക്കായിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും കുടുംബശ്രീയും അംഗൻവാടി പ്രവർത്തകരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. യോഗ ഡാൻസ് കോമ്പറ്റീഷൻ 2 രീതിയിലാണ് നടത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ യോഗ ക്ലബ്ബുകളുടെ പാർട്ടിസിപ്പൻസ് അവര് വിവിധ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. 90 വയസ്സ് വരെയുള്ള ആൾക്കാർ ഉണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. അപ്പൊ അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടാവും, അതിന് കോമ്പറ്റീഷനും ഉണ്ടാവും. അതോടൊപ്പം പ്രൊഫഷണൽ യോഗ ഡാൻസ് കോമ്പറ്റീഷനും ഉണ്ടാവും. സമ്മാനമുണ്ട്. അലോപ്പതി നമ്മളുടെ കൂടെ സഹകരിക്കുന്നുണ്ട്. പക്ഷെ അലോപ്പതി ഡിസംബർ മാസത്തിൽ ഒരു ക്യാമ്പയിൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമുക്ക് അറിയുന്ന പോലെ തന്നെ. അപ്പൊ ആയുഷ് ഇതുപോലെ കൈകോർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കൺവേർജൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രോഗ്രാം ഡാറ്റ നിശ്ചയമായിട്ടും 2 ഡിപ്പാർട്ട്മെന്റിലും ഡാറ്റ. അതെ, ഡാറ്റ നമ്മൾ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് വൈസ് വേർതിരിച്ചിട്ടല്ല ചെയ്യുന്നത്. ജനത്തിന് എന്ത് വ്യത്യാസം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് ഡാറ്റ അനാലിസിസ് നടത്തുന്നത്. അല്ല, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഹോമിയോ ഒക്കെ വരുന്നുണ്ട്. കൂടുതൽ പേര് എത്തുന്നത് എവിടെയാണ്? അവരെവിടെ? ഇത് ആയുഷിന്റെ പരിപാടിയാണ്. ആയുഷ് ഡിപ്പാർട്ട്മെന്റ് പരിപാടിയാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ നമുക്ക് ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ ആയുഷ് എന്ന് പറയുമ്പോൾ ആയുർവേദ, യോഗ, യുനാനി വരും നിശ്ചയമായും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റ എടുക്കുമ്പോൾ അതിനൊരു ഡിഫറൻഷിയേഷൻ ഇല്ല. ശൈലി ആപ്പ് വഴി കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ ആദ്യമായിട്ട് ജീവിതശൈലി രോഗമുള്ള ഒരാൾ വന്നാലും കൃത്യമായിട്ടും ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും അതിന് മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിലൊരു വ്യത്യാസം ഇല്ല. നിശ്ചയമായിട്ടും ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് അപ്പൊ ഹെൽത്തി ഫുഡിന്റെ ഒരു അവയർനെസ്, അതും കൂടിയാണ് നമ്മളൊരു കോമ്പറ്റീഷനിലൂടെ നമ്മൾ അതൊക്കെ പബ്ലിക്കിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അപകടം ഫുഡ് തന്നെയാണ്, അതിൽ ആർക്കും സംശയമില്ല. അതാണ് നമ്മുടെ ഒരു ക്യാമ്പയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ അതെ. താങ്ക് യു.